ഇതാണ് നമ്മുടെ വേലിച്ചീര. ഇത് നല്ല ഗുണമുള്ളതാണ്. ഇത് നമുക്ക് തോരൻ വെച്ചൊക്കെ കൂട്ടാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. ഏത് കാലാവസ്ഥയിലും ഇത് നല്ലതായിട്ട് വളരുന്നതായിരിക്കും. പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതങ്ങ് വളർന്നോളും. ഇങ്ങനെ വളർന്ന് ഇതിൻ്റെ മുകളിൽ ഒത്തിരി കുറ്റിച്ചൊക്കെ വരുമ്പോഴത്തേക്കിന് വെട്ടി കളഞ്ഞാൽ മതി. ഇത് നല്ലതാണ്. ഇപ്പോൾ ഇച്ചിരി ഉണങ്ങി നിൽക്കുന്ന വേനലല്ലേ, അതുകൊണ്ടാണ് ഇത് നല്ലതായിട്ട് നല്ല പോഷകമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ഇതാണ് ഈ കോവൽ ഇതാ, കോവലും പയറും കൂടെ ഒരുമിച്ച് ഇട്ടേക്കുന്നത്. ഇങ്ങനെ കമ്പൊക്കെ നാട്ടി വേലി ഇങ്ങനെ കയറൊക്കെ വലിച്ച് കെട്ടി ഇട്ടേക്കുവാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ നല്ല ഹെൽത്തായിട്ടുള്ളത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് ഇത് വളരുവേ. അപ്പോൾ ഞങ്ങൾ പയറും ഇതും എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതിനകത്തും തോരൻ വെച്ച് കൂട്ടാനായിട്ട് കിട്ടുന്നുണ്ട്. ആദ്യം ഇടുന്ന ഒരു വെള്ള പൂ വന്നിട്ട് പിന്നെ ചെറിയ കായായി വന്ന് അങ്ങനെ ഇതെല്ലാം നല്ല തോരൻ വെച്ചൊക്കെ കൂട്ടാനായിട്ട് വളരെ നല്ലതാണ്. നല്ല ഗുണമുള്ള സംഭവമാണ്. പിന്നെ വെണ്ട നല്ലതാണ്. വെണ്ട കായ ഉണ്ടാകും. അത് നമുക്ക് പല വെറൈറ്റിയിൽ നമുക്ക് അതായത് തോരൻ വെച്ച് കൂട്ടാം, മെഴുക്ക് പുരട്ടി വെക്കാം, ചാറ് പോലെ ആക്കാം. പിന്നെ അങ്ങനെ അത് നല്ലതാണ്. അതുകൊണ്ട് പയർക്ക് കുറ്റിപ്പയർ പോലെ ഉള്ളതുണ്ട്, താഴേന്ന് വളരുന്നുണ്ടോ, ഇതിലും ഉണ്ടാകും. പിന്നെ ഇത് നല്ലതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ വെയിലൊക്കെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഇതിൻ്റെ താഴേന്ന് നല്ല ഇതായിട്ട് വരണം. പൂ നിൽക്കുന്നുണ്ട്. പൂ നല്ല വെയിൽ സമയമായതുകൊണ്ടാണ് ഇങ്ങനെ നല്ലതായിട്ട് ഇതൊക്കെ നല്ല ജാക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. ഇത് കശുമാവ് വന്നിട്ടുണ്ട്, പക്ഷെ അതിങ്ങനെ അതിലൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കായ്ക്കുന്ന സമയമല്ലല്ലോ. കപ്പള ഉണ്ട്, നമുക്ക് കപ്പളങ്ങ ഉണ്ടാകും. ആ കപ്പളങ്ങ പിന്നെ നല്ലതാണ്. കപ്പളങ്ങ ഉണ്ട്, അതേൽ ഒക്കെ കപ്പളങ്ങ കിടപ്പുണ്ട്. ചക്ക കിടക്കുന്നുണ്ട്. ചക്ക ഇങ്ങനെ നല്ല ഭംഗിയാണ്. ചക്ക ഇത് താഴെ മുതൽ മുകളിൽ വരെയും കിടക്കുന്നുണ്ടോ. ചക്ക ചക്ക ഇങ്ങനെ താഴെ മുതൽ മുകളിൽ വരെയും ഇങ്ങനെ കിടക്കും. അല്ല, ഇത് തോരൻ നമ്മളിങ്ങനെ ചക്ക വേവിച്ച് ചക്ക എരിശ്ശേരി പിന്നെ ചക്കക്കുരു നമ്മൾ തോരൻ വെച്ച് കൂട്ടാൻ പറ്റും. പിന്നെ ഇതിലെല്ലാം കിടപ്പുണ്ട്. ചക്ക മുകളിൽ വരെയും കിടപ്പുണ്ട്. പിന്നെ ചക്ക അലുവ ഉണ്ടാക്കാം, ചക്ക വേവിക്കാം, പിന്നെ ചക്ക തോരൻ പോലെയാക്കാം, ചക്ക വറക്കാം. ഇതെല്ലാം നല്ല കപ്പ കപ്പ ഞങ്ങൾ ഇട്ടിട്ടേ ഉള്ളൂ, അത് മുളച്ചിട്ടില്ല, മുള വന്നിട്ടില്ല. ഇതാണ് ആഞ്ഞിലിയാണ്. കണ്ടോ, ഈ ആഞ്ഞിലി ഇത് ഇങ്ങനെ ഇനി വലിയ തടിയൊക്കെ ആയിട്ട് വരും. ഇപ്പോൾ ചുമ്മാ ഇങ്ങനെ കുറ്റിച്ച് വെട്ടിയതിൻ്റെ കുറ്റിക്കകത്തുനിന്ന് ഇങ്ങനെ വളർന്ന് വന്നേക്കുന്നത്. പപ്പായ നിൽപ്പുണ്ട്. പപ്പായ നിൽപ്പുണ്ട്. ഉണ്ടോ പപ്പായ അത് നല്ല തോരൻ വെച്ച് അതൊക്കെ നല്ല ഗുണമുള്ള നല്ല സംഭവം. പിന്നെ മുരിങ്ങയില കണ്ടോ, മുരിങ്ങയില നല്ല മുരിങ്ങയില. വെയില പക്ഷെ നമ്മുടെ പറമ്പിലൊക്കെ തിരിച്ചൊക്കെ ഇടാമെങ്കിലേ നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് കിട്ടും. ഞങ്ങളുടെ പറമ്പിൽ അതാണ് കൊക്കോക്കുരു ഉണ്ടോ. കൊക്കോക്കുരു ഇങ്ങനെ പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടോ. കറി ലീവ്സ് ഉണ്ടോ. കരിയാപ്പില കേട്ടോ, നല്ല കരിയാപ്പില ഉണ്ടോ. നല്ല കരിയാപ്പില എല്ലാം തളുത്ത് നിൽക്കുക കരിയാപ്പില. പിന്നെ ഇതാണ് ഈ കപ്പളങ്ങയാണേ. നല്ല ഗുണമുള്ള സംഭവങ്ങളാണ്. പിന്നെ കൊക്കോക്ക ഇതൊക്കെ നല്ല ഇത് പൊട്ടിച്ച് കൊണ്ട് കൊടുക്കാൻ നമുക്ക് പൈസ കിട്ടുവാണെങ്കിലൊക്കെ അല്ല, ഇതിനകത്ത് കുരു എടുത്ത് ഇങ്ങനെ
പിള്ളേർക്കൊക്കെ ആകുമ്പം കൊക്കോ മിഠായി പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക്. നല്ല വെയിലായതുകൊണ്ട് വെയിൽ. ഇങ്ങനെ റംബുട്ടാനൊക്കെ അങ്ങ് പൂത്ത് നിൽക്കുക കണ്ടോ, രസമാണ്. അതെല്ലാം ഇപ്പം പൂവൊക്കെ ഇട്ട് ചെറിയ കായൊക്കെ പിടിച്ച് വരുന്നേ ഉള്ളൂ. അങ്ങനെ കൊക്കോക്കൊരു ഇതിങ്ങനെ പൊട്ടിച്ച് ഇട്ടൊക്കെ അത് ഉണങ്ങണം. ഉണങ്ങി കഴിയുമ്പം പിന്നെ കണ്ടോ കൂമ്പ് കണ്ടോ, ഈ വാഴയുടെ ഇവിടെ നിൽപ്പുണ്ട് വേടിച്ചേര കണ്ടോ, ഭംഗിയാണ്. ഇതെല്ലാം നമുക്ക് തോരനൊക്കെ വെച്ച് കൂട്ടും. ഇത് കമുകുണ്ടോ, ഒന്നും ഉയരത്തിലാണ് പോയേക്കുന്നില്ലേ. അത്യാവശ്യത്തിൻ്റെ പണ്ടയൊക്കെ ഞങ്ങളിങ്ങനെ പാകി ഇട്ടിട്ടുണ്ട്. കറ്റാർ വാഴപ്പോളായത് ഒക്കെ നല്ലതാണ് നമുക്ക്.